അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ വാഹനം ഉപയോഗിക്കുന്നവർ, ഉപഭോക്താക്കളൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള കൺസേൺ മുന്നോട്ട് വച്ചിരുന്നു. ഈ ആശങ്കകൾ ഉയർത്തുന്ന പലതിനും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ മറുപടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവന് ഉയർന്ന ഇന്ധനവില സഹിക്കേണ്ടി വരുന്നു എന്നത് മാത്രമല്ല, അവൻ്റെ വാഹനം വെറുതെ കേടാവാണ്. അപ്പോൾ അത് നന്നാക്കാനുള്ള പൈസ കൂടി അവൻ സഹിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഇന്ത്യയിൽ സാധാരണക്കാരായ മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രൂപീകരണം ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്കാണ് നയിച്ചത്. ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ്. E20 പെട്രോളിനെതിരെ പ്രക്ഷോഭവുമായി എത്തുന്നു. E20 ജനതാ പാർട്ടി രൂപീകരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഫോളോവേഴ്സ് തരംഗം തന്നെയായി മാറുന്നു. പ്രക്ഷോഭത്തിന് തെരുവീതികളിൽ ഇറങ്ങാൻ കൂടി ഇപ്പോൾ കൂടുതൽ പ്രതിപക്ഷ സംഘടനകൾ പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. E20 ജനതാ പാർട്ടി രൂപീകരിക്കുന്നു. E20ക്കെതിരെയാണ് അടുത്ത പ്രക്ഷോഭം. ഡിവൈഎഫ്ഐ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കുറച്ച് നാൾ മുമ്പ് തന്നെ E20 ഉപഭോഗവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ വാഹനം ഉപയോഗിക്കുന്നവർ, ഉപഭോക്താക്കളൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള കൺസേൺ മുന്നോട്ട് വച്ചിരുന്നു. അതിനെ പക്ഷേ ആ കൺസേണിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ അർത്ഥം ഈ ആശങ്കകൾ ഉയർത്തുന്ന പലതിനും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ മറുപടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ E20 പെട്രോളിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായും ഡിഫൻസിൽ നിൽക്കുകയാണ്, പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇത്തരം പുതിയ മൂവ്മെൻറ്റുകൾ കൂടി ഉയർന്നു വരുന്നത്. ഡിവൈഎഫ്ഐ ഇതിനെ കാണുന്നത് ഈ E20 ഉപയോഗത്തിൻ്റെ ഭാഗമായി മൈലേജ് കുറയുന്നത്, വാഹനം പൂർണ്ണമായി ഡാമേജ് ആകുന്നത്, എൻജിൻ ഡാമേജ് ആകുന്നത്, ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരും ഇടത്തട്ടുകാരും ഇന്ന് വ്യാപകമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളം പോലൊരു സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ അത് വളരെ എല്ലാ വീട്ടിലും ഒരു വാഹനമുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരൻ്റെ കൺസേണായി വരികയാണ്. അപ്പോൾ അവന് ഉയർന്ന ഇന്ധനവില സഹിക്കേണ്ടി വരുന്നു എന്നത് മാത്രമല്ല, അവൻ്റെ വാഹനം വെറുതെ കേടാവാണ്. അപ്പോൾ അത് നന്നാക്കാനുള്ള പൈസ കൂടി അവൻ സഹിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഇന്ത്യയിൽ സാധാരണക്കാരായ മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ്. പിന്തുണ നൽകും E20 ജനതാ പാർട്ടിക്ക് ഡിവൈഎഫ്ഐ? അല്ല, അത് ഞാൻ പറയുന്നില്ല. അതാരാണെന്ന് എനിക്കറിയില്ല, അത് എന്തുതരം മൂവ്മെൻ്റ് ആണെന്നറിയില്ല, അവരുടെ സമരരീതി എന്താണെന്നറിയില്ല. ഞാൻ സംസാരിക്കുന്നത് E20 എന്ന് പറയുന്ന പ്രശ്നത്തെക്കുറിച്ചാണ്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആശങ്കകളെ ഡിവൈഎഫ്ഐ ഉയർത്തുന്നു. ആ ആശങ്കകൾ ഡിവൈഎഫ്ഐ അഡ്രസ്സ് ചെയ്യുന്നു. ആ ആശങ്കകൾ പാർലമെൻറ്റിനുള്ളിലും പാർലമെൻറ്റിന് പുറത്തും പരമാവധി തെരുവീതികൾ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി ഇറങ്ങി പോലെ അവരും E20 ജനതാ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭമായിട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് കാര്യമുണ്ട്. അവരുടെ സമര രീതി എന്താണെന്ന് നമുക്കറിയാനുണ്ട്. മുദ്രാവാക്യം, അവരുടെ ആവശ്യം ന്യായമാണ്, അതിൽ തർക്കമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ തന്നെ ഈ ആശങ്ക നിലവിലുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്തില്ല ഗവൺമെൻറ്. സമരരീതികൾ അറിഞ്ഞ് അതെ, തീർച്ചയായിട്ടും. അതിപ്പോൾ ആരാന്ന് എനിക്കറിയില്ല, ഏത് കൂട്ടമാണെന്നറിയില്ല. അതറിയാതെ നമ്മൾ പറയുന്നത് ശരിയല്ല. ഡിവൈഎഫ്ഐ പോലൊരു സംഘടന പ്രത്യേകിച്ച്. രണ്ട്, അവരുടെ സമര രീതി എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്കൊരു നിലപാടെടുക്കാൻ കഴിയില്ല. CJPയുടെ കാര്യത്തിൽ ഞങ്ങൾ അതാണ് എടുത്തത്. CJPയുടെ സമര രീതി എന്താണ്, മുദ്രാവാക്യത്തോടുള്ള യോജിപ്പ് ആദ്യമേ പറഞ്ഞു. പിന്നീട് അവരുടെ സമര രീതി എങ്ങനെയായിരുന്നു, എങ്ങനെയാണിത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. ഇതിലും അക്കാര്യത്തിൽ തന്നെയാണ്. പക്ഷേ ഇഷ്യൂ വളരെ ബേണിംഗ് ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനെ ഗവൺമെൻറ് ഉടനടി അഡ്രസ്സ് ചെയ്യണം. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. ഇതിനകം E20 ഉപഭോഗം കാരണം എന്തെങ്കിലും ആളുകൾക്ക് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡാമേജ് കൂടി ഗവൺമെൻറ് വഹിക്കാൻ തയ്യാറാക്കണം. അതിനൊരു പദ്ധതി ഗവൺമെൻറ് ഉണ്ടാക്കണം. പാർലമെന്റിൽ വലിയ രീതിയിൽ തന്നെ ഉന്നയിക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രശ്നം പാർലമെൻറ്റിനുള്ളിൽ ഉന്നയിക്കേണ്ട വിഷയമാണ്. കൃത്യമായിട്ടും അത് ഉന്നയിക്കും. പാർലമെൻറ്റിനകത്തും പുറത്തും ഡിവൈഎഫ്ഐ എന്ന നിലയിലും പാർലമെൻറ്റിനുള്ളിൽ MP എന്ന നിലയിലും ഇക്കാര്യം ഉന്നയിക്കും. E20 ജനതാ പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. സമര രീതികൾ അറിഞ്ഞ് തുടർ തീരുമാനങ്ങൾ കൈക്കൊള്ളും. അതിനുശേഷം പിന്തുണ നൽകണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കുമെന്ന് കൂടി പറയുകയാണ് A റഹീം റിപ്പോർട്ടറിനോട്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദൻ, റിപ്പോർട്ടർ YS അഭിനന്ദ്, റിപ്പോർട്ടർ, ദില്ലി.